നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണനൊപ്പമുള്ള യുവതി ആരാണ്? ആ യുവതിക്ക് തട്ടിപ്പുമായി ബന്ധമുണ്ടോ? പ്രതിക്കൊപ്പം അപ്പാർട്ട്മെന്റിലേക്ക് യുവതി എത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. അനന്തകൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെയാണ് മറൈൻ ഡ്രൈവിലെ അശോക അപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതിയോടൊപ്പം ഉണ്ടായിരുന്ന യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറുന്നത്. ഇവരെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞിട്ടും അന്വേഷിക്കുന്നില്ലെന്ന് അപ്പാർട്ട്മെന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ രാജസിംഹൻ ന്യൂസ് 18 പറഞ്ഞു. പ്രതി തട്ടിയെടുത്ത പണവും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളും യുവതിക്ക് അറിയാം. എന്നാൽ യുവതിയെ ചോദ്യം ചെയ്യാനോ പ്രതി ചേർക്കാനോ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ലെന്നും അഡ്വക്കേറ്റ് രാജസിംഹൻ വ്യക്തമാക്കി. അനന്തകൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സമയത്തും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരിക്കുകയും ആ ഫ്ലാറ്റിൽ അയാളോടൊപ്പം താമസിക്കുകയും ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണത്. അപ്പോൾ ഷീസ് എ ലേഡി. ഓക്കെ, ഇപ്പോൾ ഈ സംഭവങ്ങൾക്ക് ശേഷം അറസ്റ്റ് വന്നതിന് ടി വിയിലും മറ്റും വാർത്തകളായതിന് ആദ്യതിൻ്റെ പിന്നെ തുടർന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്ലാറ്റിലെ ഒരു മനുഷ്യനുമായും അവർ സംസാരിക്കുകയോ അവരുടെ പേര് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർ ഇൻട്രാക്ട് ചെയ്യുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളത് വളരെ ദുരൂഹമായി നമുക്കിപ്പോൾ തോന്നുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ലേഡി അനന്തകൃഷ്ണനോടൊപ്പം ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ വി ആർ ഗിവൻ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഹിസ് ലൈഫ് പാർട്ട്ണർ, ഭാര്യയായിരിക്കുമെന്നാണ് കരുതിയത്. ആ ലേഡി ഷീ ലുക്ക് വെരി അഫ്ലുവൻ്റ് ഓൾസോ. അപ്പോഴാണ് അവർ പറഞ്ഞത് അത് അക്കൗണ്ടൻ്റ് ആയിരുന്നു. ഈ ലേഡി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻ്റ് ആയിരുന്നു. പോലീസിനോട് ഞാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലേഡി ഷീ യൂസ് ടു കം ടു അവർ ജിം ഏർലി മോർണിംഗ് ഇൻ 6 o'clock. സൂംബ ഡാൻസ് കളിക്കുമായിരുന്നു ജിമ്മിൽ വന്നിന്ന്. അവർ ഷട്ടിൽ കളിക്കുമായിരുന്നു അവിടെ. അപ്പോൾ ഇതെല്ലാം അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ പ്രവൃത്തിയല്ല. ഇദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ ഒരാൾ, അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഹാൻഡിൽ ചെയ്ത ഒരാൾ, എപ്പോഴും ഒപ്പമുണ്ടായിരുന്ന ഒരാൾ, ഇത്രയും വലിയൊരു ചീറ്റിംഗ് നടത്തിയ ഒരാൾ, ഒരു സ്കാം, ആ പണം അദ്ദേഹം പലയിടത്തും കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ടാകാം. അദ്ദേഹത്തിനറിയാം ഈ കേസൊക്കെ നടത്തിയാൽ കുറച്ച് കാലം കഴിയുമ്പോൾ കേസിൽ നിന്ന് എപ്പോൾ പുറത്തു വരണമെന്നും കേസ് മുഴുവൻ നടത്താനുള്ള എക്സ്പെൻസ് എത്ര ആയിരിക്കുമെന്നത്. അപ്പോഴും വീണ്ടും എക്സസ് മണി ഉണ്ടാകും. ഈ ഫണ്ട് എവിടെയാണ് കൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണത് ഹൈഡ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ അറിയാൻ പറ്റുന്നൊരു നല്ല സോഴ്സ് ഈ ലേഡി ആയിരിക്കുമെന്ന് പോലീസിനോട് അന്ന് തന്നെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ യാതൊരു അന്വേഷണവും നടത്തിയതായിട്ട് കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇൻ ദ മൂവാറ്റുപുഴ കേസ് വാട്ട് ഹി ടോൾഡ് മീ, അത് ഈ ലേഡി അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആയിരുന്നു, വാസ് നോട്ട് അക്കൗണ്ടൻറ്റ്. വാട്ട് ഡിഫറൻസ് ഇറ്റ് മേക്സ്? കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് മീൻസ് ഷീ നോസ് മോർ അബൌട്ട് ഹിം. എന്തുകൊണ്ട് അവരുടെ അടുത്ത് അന്വേഷിക്കുന്നില്ല? ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഒരുപാട് പാളിച്ചകളുള്ളതുപോലെ തോന്നുന്നു. കാരണം കേരളത്തിലെടുത്ത 20ഓളം FIRകളിലൊക്കെ തന്നെ 20 കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ FIRലും കുടുംബശ്രീയിൽപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകൾ, ആക്ച്വലി അവരവരുടെ ട്രാപ്പിൽപ്പെട്ട ഏജൻസാണ്. അവരെല്ലാം ഒന്നിട ഒഴിവാതെ പ്രതികളാക്കുന്നു. പക്ഷേ ഈ ലേഡിയെ പ്രതിയാക്കിയിട്ടില്ല. ഈ ലേഡിയെ പ്രതിയാക്കുകയോ ഇവരുടെ സോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും തന്നെ ചെയ്യാൻ പോലീസിന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതിലേക്ക് കടന്നു ചെല്ലുന്നൊരു ഭാഗത്തിലേക്ക് ഇവരെത്താൻ പോകുന്നില്ല. മറ്റൊന്ന്, ബഡ്സ് ആക്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്രയും കേസ് വന്നിട്ട് പോലും ബഡ്സ് ആക്ട് പ്രകാരം പ്രോപ്പർട്ടി മുഴുവൻ സീസ് ചെയ്യാനും 10 വർഷം തടവ് കിട്ടുന്നതും സെഷൻസ് ഒഫൻസ് ആകേണ്ടതുമായ ഒരു കുറ്റകൃത്യത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ മാത്രം ട്രയൽ നടത്തുന്ന വെറും ഒരു ചീറ്റിംഗ് കേസായി മാത്രം ഇത്രയും ദിവസമായിട്ടും നിലനിർത്തിക്കൊണ്ട് പോകുന്നത് വളരെ സംശയമാണ്. പണം എവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് കൃത്യമായി കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. ഈ ലേഡിയുടെ വിഷ്വൽസ് എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ യുവതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. കോടികളുടെ ഇടപാട് നടന്ന വലിയ തട്ടിപ്പാണ് അനന്തകൃഷ്ണൻ നടത്തിയതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. അനന്തകൃഷ്ണന്റെ ലീഗൽ അഡ്വൈസർ താനാണെന്ന് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് പ്രതികരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെയുള്ള കേസ് തള്ളിയാൽ അനന്തകൃഷ്ണന് വേണ്ടി ഹാജരാകും. അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തിയതായിരുന്നു ലാലി വിൻസെന്റ്. ഞാൻ
തന്നെയാണ് ലീഗൽ അഡ്വൈസർ. അഗസ്റ്റസിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. കാരണം കണ്ണൂർ കോടതിയിൽ അനന്തുവിൻ്റെ ഒപ്പം വേറൊരു കേസിൽ ഞാൻ പ്രതിയായതുകൊണ്ട് ഞാനത് വാദിക്കുന്നത് മോറലി ശരിയല്ല. അതുകൊണ്ട് അഗസ്റ്റസാണ് വാദിച്ചത്. പക്ഷേ ഞാൻ അഗസ്റ്റസിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ടുണ്ട്. ആ കേസിലൊരു തീരുമാനം എനിക്ക് അനുകൂലമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞാൽ അനന്തുവിൻ്റെ കേസുകളൊക്കെ ഞാൻ തന്നെയും നോക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി ഇന്ന് രാവിലെ പുറത്തുവിട്ട ഒരു വാർത്തയാണ് ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണനൊപ്പമുള്ള ഒരു യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഈ യുവതി അനന്തകൃഷ്ണൻ്റെ, അതായത് ഈ പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതേക്കുറിച്ച് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ടും അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ അറിയാമായിരിക്കും. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടും ഈ യുവതിയെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. ആരാണ് ഈ യുവതി എന്ന കാര്യത്തിലൊരു വ്യക്തത കൈവന്നിട്ടുണ്ടോ നവമി? ടോമി, ഈ യുവതി ആരാണെന്നതിൽ ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റോ അല്ലെങ്കിൽ അക്കൗണ്ടന്റോ ആയിക്കോട്ടെ, ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അല്ലെങ്കിൽ ഈ അഭിഭാഷകനും ഒപ്പം ആ അസോസിയേഷന്റെ ഭാരവാഹിയും എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞതിനെ നമുക്ക് ഉറപ്പിക്കാം. ഈ പെൺകുട്ടി അനന്തകൃഷ്ണനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അനന്തകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് അറിയാവുന്ന ഒരു യുവതി തന്നെയാണ് അതെന്ന് നമുക്ക് തീർച്ചയായും ഉറപ്പിച്ച് പറയാം. ആ ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറി. പക്ഷെ അന്വേഷണ സംഘമാകട്ടെ ഇതാരാണെന്ന് പോലും അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെ ഇതുവരെയും തയ്യാറെടുത്തിട്ടില്ല. അതിനർത്ഥം ഈ പെൺകുട്ടിയെ സംരക്ഷിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് എത്തുകയോ ഏതെങ്കിലും ഉന്നതരിലേക്ക് ഈ അന്വേഷണം എത്തുകയോ ചെയ്താൽ അത് തടയിടുന്നതിന് വേണ്ടി തന്നെയാണ് ഈ യുവതിയെ അടക്കം ചോദ്യം ചെയ്യാതെ അനന്തകൃഷ്ണനെ മാത്രം പ്രതിയാക്കിക്കൊണ്ടുള്ള പോലീസിന്റെ ഒരു നാടകം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ അസോസിയേഷന്റെ സെക്രട്ടറി പറഞ്ഞത് പ്രകാരം ഈ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ലാലി വിൻസെന്റ് ആണ് ഇതിനു മുൻപ് ഈ അനന്തകൃഷ്ണനെ ആ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവരുന്നതും. അതിനുശേഷം ഈ അനന്തകൃഷ്ണന്റെ കേസ് വരുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട അനന്തകൃഷ്ണൻ അറസ്റ്റിലാകുന്നു. ലാലി വിൻസെന്റോട് തന്നെ ഈ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിക്കുന്നു. അവരന്ന് കരുതിയിരുന്നത് ഈ പെൺകുട്ടി ഈ അനന്തകൃഷ്ണന്റെ ഭാര്യ അല്ലെങ്കിൽ അടുത്ത സുഹൃത്ത്, ഗേൾഫ്രണ്ട് എന്നാണെന്ന് അവർ കരുതിയിരുന്നത്. കാരണം ആ രീതിയിലായിരുന്നു ആ യുവതി ആ ഫ്ളാറ്റിൽ ഇടപഴകിയിരുന്നത്. ജിമ്മിലടക്കം ആ കുട്ടി എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴാണ് ലാലി വിൻസെന്റ് പറയുന്നത് ആ യുവതി അത് ഭാര്യയല്ല, പകരം അക്കൗണ്ടന്റ് ആണെന്ന്. എങ്കിൽ പോലും അവർക്കൊരു സംശയം തോന്നുന്നു. അക്കൗണ്ടന്റ് എന്നുള്ള നിലയിൽ ഇത്രയേറെ സ്വാതന്ത്ര്യം അനന്തകൃഷ്ണൻ ആ ഫ്ളാറ്റിൽ എന്തിനാ പെൺകുട്ടിക്ക് നൽകണമെന്ന്. അതിനുശേഷം പോലീസിനെ ഈ CCTV ദൃശ്യങ്ങളടക്കം കൈമാറുന്നുണ്ട്. അന്വേഷണ സംഘം പറയുന്നത് അത് അക്കൗണ്ടന്റ് അല്ല, പകരം ഒരു അസിസ്റ്റന്റ് ആണെന്ന് കൂടി വ്യക്തമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ അനന്തകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകൾ, അനന്തകൃഷ്ണൻ ആരൊക്കെയായിട്ട് എവിടെ നിന്നൊക്കെയാണ് പണം പിരിച്ചത്, ആർക്കൊക്കെയാണ് പണം കൈമാറിയത്, ബിനാമി ഇടപാടുകളുണ്ടോ, ഈ പൈസയെല്ലാം എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ കുട്ടിയെ ചോദ്യം ചെയ്താൽ ലഭിക്കുമല്ലോ എന്ന് അന്വേഷണ സംഘത്തോട് പറയുന്നുണ്ട്. പക്ഷെ അന്വേഷണ സംഘമാകട്ടെ അതിലൊരു നടപടി പോലും സ്വീകരിച്ചില്ല. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് അതിലിപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ഈ യുവതിയെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഈ യുവതിക്ക് പിന്നിലുള്ള മറ്റാരെങ്കിലും സംരക്ഷിക്കുക എന്നൊരു നിലപാടാണോ അന്വേഷണ സംഘം എടുക്കുന്നതെന്ന സംശയമാണ് ഇവിടെ ഉയരുന്നത്. ഒപ്പം ഈ അഭിഭാഷകൻ പറയുന്ന മറ്റൊരു കാര്യം കൂടി ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ അപ്പാർട്ട്മെന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് രാജസിംഹൻ സൂചിപ്പിക്കുന്നത് പോലെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങൾ, അല്ലെങ്കിൽ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ, ചില VIP-കളെ, രാഷ്ട്രീയ ഉന്നതരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കുമോ ഈ യുവതിയിലേക്ക് അന്വേഷണം എത്താത്തത്? അങ്ങനെ തന്നെ നമുക്ക് കണക്കാക്കാം കേട്ടോ. കാരണം ഈ യുവതി പുറത്തു നിൽക്കുകയാണ്. അനന്തകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഈ പെൺകുട്ടിക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാം. ഇപ്പോൾ അനന്തകൃഷ്ണന്റെ ജാമ്യം കിട്ടി പുറത്തു വന്നാൽ കൂടിയും ഈ തുകയെല്ലാം, അല്ലെങ്കിൽ ഈ തട്ടിയെടുത്ത പണമെല്ലാം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ തട്ടിപ്പിനിരയായവർക്ക് ഈ പണം നൽകി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുക, അങ്ങനെ നിരവധി സാധ്യതകൾ നമ്മുടെ
മുന്നിലുണ്ട്. ഇതിനെല്ലാം വേണ്ടിയിട്ടാണോ അനന്തകൃഷ്ണനുമായി അടുത്ത് നിൽക്കുന്നവരെയൊക്കെ പ്രതി ചേർക്കാതെ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ പോലും അന്വേഷണ സംഘം തയ്യാറാകാത്തത് എന്നൊരു സംശയം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ഈ അഭിഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഒരു രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം തുടക്കത്തിൽ പല രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുന്നു. പക്ഷെ പിന്നീട് ഉള്ള ദിവസങ്ങളിലൊക്കെ ഈ നേതാക്കന്മാരുടെ പേര് പറയുമ്പോഴൊക്കെ പറയുന്നത് അനന്തകൃഷ്ണൻ അങ്ങനെ മൊഴി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്നുള്ള മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ അനന്തകൃഷ്ണൻ തന്നെ മൊഴി അങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ഒരു സാഹചര്യം. ഇതിൽ നിന്നൊക്കെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുണ്ട്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ അടുത്തുവരെ അനന്തകൃഷ്ണന്റെ ഒപ്പം നിന്ന് ചിത്രങ്ങൾ എടുക്കുവാനും അനന്തകൃഷ്ണന്റെ ഈ ഒരു തട്ടിപ്പിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടകരായി എത്തുന്നത് നമ്മളൊക്കെ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജനപ്രതിനിധികളായിട്ടുള്ള MP-മാരും MLA-മാരും മന്ത്രിമാരും ഒക്കെ എങ്ങനെയാണ് ഈ പരിപാടിയിലൊക്കെ വന്ന് ഉദ്ഘാടകനായി എത്തുന്നത് എന്നുള്ളൊരു സംശയമാണ്. അതിലൊക്കെ കൃത്യമായ അനന്തകൃഷ്ണന് ഇവരുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ അനന്തകൃഷ്ണനെ അറിയാം. അതെല്ലാം പകൽ പോലെ സത്യമാണ്. പക്ഷെ അന്വേഷണ സംഘം ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ളൊരു അന്വേഷണം പ്രഹസനമായി മാറിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു ജാമ്യം കിട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് ഉറപ്പാണ്. സോളാർ കേസ് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുൻപ് ഏറെ ആഘോഷിച്ച പല തട്ടിപ്പ് കേസുകളും അതിന്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഈ NGO കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദ്കുമാറിന്റെ ഈ കേസിലെ പ്രതി കൂടിയായിട്ടുള്ള ആനന്ദ്കുമാറിന്റെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കോൺഫെഡറേഷനിൽ ഇടപെട്ടിട്ടില്ലെന്നും നേരത്തെ തന്നെ രാജി സമർപ്പിച്ചിരുന്നതായാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. സംഘടനയുടെ ബോർഡ് മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. പെരിന്തൽമണ്ണ പോലീസ് ആനന്ദ്കുമാറിന് 1-ാം പ്രതിയും CN രാമചന്ദ്രൻ നായരെ 3-ാം പ്രതിയാക്കിയും കേസെടുത്തതിന് പിന്നാലെയാണ് വാർത്താക്കുറിപ്പ് പുറത്തു വന്നത്. നവമിയിലേക്ക് വീണ്ടും. നവമി, ഈ ഒരു ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്ക് ഈ തട്ടിപ്പിൽ പങ്കില്ല എന്ന് പറയുന്നു. കാരണം അദ്ദേഹത്തെ 3-ാം പ്രതിയാക്കി പെരിന്തൽമണ്ണ പോലീസ് നേരത്തെ കേസെടുത്തതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെ പല പ്രമുഖരും ഈ ഒരു തട്ടിപ്പിനെ കുറിച്ച് അറിയാതെ ഒരുപക്ഷെ ഇതിൽ പെട്ടുപോയതാകാം. മാത്രമല്ല, നേരത്തെ പുറത്തു വന്ന പല വിവരങ്ങളുമുണ്ട്. പല രാഷ്ട്രീയ ഉന്നതർക്കും ഈ അനന്തകൃഷ്ണൻ, ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള അനന്തകൃഷ്ണൻ വലിയ രീതിയിലുള്ള വലിയ ഫണ്ട് കൈമാറിയിട്ടുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന രീതിയിൽ പ്രചരണത്തിനായി നൽകിയ തുകയാണെന്നൊക്കെ പറയുമ്പോൾ പോലും അതിലേക്ക് പോലും അന്വേഷണം നീങ്ങുന്നില്ല. അങ്ങനെ പലരെയും സംരക്ഷിക്കാനുള്ളൊരു നീക്കം നടത്തുന്നു. ഈ ആനന്ദ്കുമാറിൻ്റെ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പോലെ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർക്ക് ഈ കോൺഫെഡറേഷനിൽ NGO കോൺഫെഡറേഷനിൽ ബന്ധമില്ല, ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ടോമി, ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ഇതിനു മുൻപും അത് തന്നെയാണ് വ്യക്തമാക്കിയത്. ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് താൻ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ആനന്ദ്കുമാറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു അസോസിയേഷനുമായി ഇതിലൊരു ശരിയായിട്ടുള്ള നടപടിയായി തോന്നാത്തത് കൊണ്ട് താൻ സ്വയം രാജിവെച്ചതാണെന്ന് രാമചന്ദ്രൻ നായർ ഇതിനു മുൻപ് തന്നെ പറഞ്ഞിരുന്നു. ഇത് ഇപ്പോൾ എന്തുകൊണ്ടാണ് തൻ്റെ പേര് ഇതിൽ വലിച്ചിഴക്കുന്നത്? ഇപ്പോൾ മുനമ്പം കമ്മീഷനുമായി ബന്ധപ്പെട്ട് താൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ തന്നെ ഇതിലൊക്കെ പ്രതിയാക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ പേരൊക്കെ ഇതിലേക്ക് വലിച്ചിടുന്നതെന്നാണ് രാമചന്ദ്രൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ വന്ന ഈ ഒരു കുറിപ്പ് പ്രകാരം, അതായത് ആനന്ദ്കുമാറിന്റെ കുറിപ്പിൽ പറയുന്നത് ഫെബ്രുവരി 2024 NGO കോൺഫെഡറേഷൻ അഡ്വൈസറി ചെയർമാനായി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ നിയോഗിച്ചത്. അദ്ദേഹം ഈ സംഘടനയുടെ ബോർഡ് മീറ്റിംഗിലോ ദൈനംദിന കാര്യങ്ങളിലോ ഒന്നും തന്നെ ഇടപെട്ടിട്ടുമില്ല. ജൂലൈ 24 അദ്ദേഹം രാജിക്കത്ത് കോൺഫെഡറേഷൻ ബോർഡിന് നൽകിയിരുന്നു. ഈ വരുന്ന പ്രശ്നങ്ങളുമായി അദ്ദേഹത്തിന് യാതൊരുവിധ ബന്ധവുമില്ല, അദ്ദേഹം പൂർണ്ണമായും നിരപരാധിയാണെന്ന് കൂടിയാണ് ആനന്ദ്കുമാർ പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് രാമചന്ദ്രൻ നായരും പറയുന്നത്. പക്ഷേ രാമചന്ദ്രനെ പ്രതിയാക്കി കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോലീസ് പോയിരിക്കുന്നത്. രാമചന്ദ്രൻ നായർ പറയുന്നത് ഇതിന്റെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തനിക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രവർത്തനം തനിക്ക് അത്ര ശരിയായി തോന്നിയില്ല. ഇതിന് പിന്നാലെയാണ് അതിൽ നിന്നും രാജിവെക്കാൻ താൻ സ്വയം തീരുമാനിച്ചത്. അല്ലാതെ ഇതിനുമായി പണമിടപാടുമായിട്ടോ അനന്തകൃഷ്ണനുമായിട്ടോ ആനന്ദ്കുമാറുമായിട്ടോ ഒന്നും തന്നെ തനിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് തന്നെ CN രാമചന്ദ്രൻ പറയുന്നു. ഒപ്പം മറ്റൊരു കാര്യം ടോം, ഇതിലൊക്കെ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കേസുകളൊക്കെ എടുക്കുമ്പോൾ അന്വേഷണം നീങ്ങുമ്പോൾ അതിൽ ഈ കുടുംബശ്രീയിൽപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഇതിലൊരു ഇടനിലക്കാരായി നിൽക്കുന്നവരെയാണ് കൂടുതലും പ്രതിയാക്കിയിരിക്കുന്നത്. ഉന്നതരായിട്ടുള്ള നിരവധി പേരുണ്ട്. അനന്തകൃഷ്ണൻ 27 വയസ്സുള്ള അനന്തകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരന് ഒറ്റയ്ക്ക് ഇത്രയും കോടികൾ തട്ടിയെടുക്കാൻ കഴിയുമോ
എന്ന ചോദ്യത്തില് ആ ചോദ്യത്തിന് ഉന്നതരുടെ ഇടപെടൽ തീർച്ചയായും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും കോടികൾ തട്ടിയെടുക്കാൻ ഒരു ചെറുപ്പക്കാരന് കഴിയില്ല. കൃത്യമായി ഒരു രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ കൃത്യമായി സ്വാധീനമുള്ള ഉന്നതരുടെ ഒരു ഇടപെടൽ അനന്തുവിന് പിന്നിലുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘവും നീങ്ങുന്നത്. നവമി ദിനേശ് സൂചിപ്പിച്ചതുപോലെ പല ഉന്നതർക്കും ഇതിലൊരു പക്ഷേ ബന്ധമുണ്ടാകാം. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം അറിയേണ്ടത് ഈ അനന്തകൃഷ്ണനൊപ്പമുള്ള ആ യുവതി ആരാണെന്നാണ്. അവരെന്തുകൊണ്ടാണ് പോലീസ് ചോദ്യം ചെയ്യാത്തത്? ഈ പല കാര്യങ്ങളിലും സംശയങ്ങൾ ഉയരുന്നുണ്ട്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നുള്ള 2 വാർത്തകളാണ്. പത്തനംതിട്ട അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചൊരു കേസും പത്തനംതിട്ട മുറിഞ്ഞകല്ലിൽ ഡേറ്റിങ്ങിന് ക്ഷണിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തൊരു സംഭവമാണ്. ആദ്യം പരിശോധിക്കുന്നത് പത്തനംതിട്ട അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസാണ്. അയൽവാസിയായ 16 വയസ്സുകാരനടക്കം 2 പേർ പിടിയിലായിട്ടുണ്ട്. കാട് പിടിച്ച സ്ഥലത്തെ വീട്ടിലെത്തിച്ചായിരുന്നു പീഡനം. വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, നമ്മളേറെ നടുക്കുന്നൊരു വാർത്തയാണ്. കാരണം ഒരു 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൗമാരക്കാരനും സുഹൃത്തും ചേർന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അതായത് വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചൊരു സംഭവം. ഈ കേസിൽ 2 പേരും പിടിയിലായിട്ടുണ്ടെന്നാണ്, പ്രതികൾ 2ഉം പിടിയിലായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നായിരുന്നു സംഭവം? നിലവിൽ പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ്? ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കാണ് ഇത്ര ഒരു സംഭവം ഉണ്ടായിരുന്നത്. ഈ പെൺകുട്ടിയുടെ വീടിനടുത്ത് വെച്ച് പെൺകുട്ടിയും ഒപ്പം സുഹൃത്തുക്കളും ചേർന്ന് നടന്നു വരുന്ന സമയത്താണ് എറണാകുളം സ്വദേശിയായ സുധീഷ്. ഈ സുധീഷ് ഈ പ്രദേശവാസി തന്നെയാണ്. കുറച്ച് നാളായി എറണാകുളത്താണ് താമസം. പക്ഷേ സുധീഷ് അവിടെ നടക്കുന്ന ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് സുധീഷ് ഈ അടൂരിലെത്തിയത്. 19 വയസ്സുണ്ട് സുധീഷിന്. ഈ സുധീഷും ഈ പെൺകുട്ടിയുടെ അയൽവാസിയായ 16-കാരനും ചേർന്നാണ് ഈ പെൺകുട്ടിയെ ബലമായി ഈ പെൺകുട്ടികളുടെ അടുത്ത് നിന്നും ഈ പീഡനത്തിനായ പെൺകുട്ടിയെ ബലപ്രയത്തിലൂടെ പിടിച്ചുകൊണ്ട് സമീപത്തെ പാളൊഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് പീഡിപ്പിച്ചത്. ഈ 16-കാരനും ഈ സുധീഷും, എറണാകുളം സ്വദേശി സുധീഷും ചേർന്നാണ് ഈ 10 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കിയത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി വീട്ടുകാരെ ഈ സംഭവത്തിന് ശേഷം വന്ന് കാര്യങ്ങൾ പറയുകയും തുടർന്ന് വൈദ്യപരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ശശിധരനാണ്. അതോടൊപ്പം മറ്റൊരു വാർത്ത കൂടി പത്തനംതിട്ടയിൽ നിന്ന് വരുന്നുണ്ടല്ലോ. പത്തനംതിട്ട മുറിഞ്ഞകല്ലിൽ ഡേറ്റിങ്ങിന് ക്ഷണിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തൊരു സംഭവം. അതിൽ ആരോപണ വിധേയനായിട്ടുള്ള അധ്യാപകൻ ഇപ്പോൾ ഒളിവിലാണ്. അടൂരിലെ ദ്രോണ ഡിഫൻസ് അക്കാദമി ഉടമ പ്രദീപ് കുമാറാണ് ഒളിവിൽ പോയത്. അധ്യാപകന്റെ മോശം പെരുമാറ്റത്തിലുണ്ടായ മനോവിഷമത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന ആരോപണവുമായി ഈ പെൺകുട്ടിയുടെ അമ്മ രംഗത്തെത്തിയിട്ടുണ്ട്. അധ്യാപകൻ തന്നെ, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ അധ്യാപകൻ കാരണം തന്നെ എൻ്റെ കുഞ്ഞ് പോയത്. ഇയാൾക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? ഞാനൊരു പെറ്റമ്മയാണ് ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ അയാളാണോ? അല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾക്കൊണ്ടൊരു മോള്. ഇതിനി ഞാൻ ഏതറ്റം വരെയും പോകും. സൈനിക റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലേക്ക് യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. വിശദാംശങ്ങളുമായി ശശിനാരായണൻ വീണ്ടും ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇത് ഏറെ നടുക്കമുണ്ടാക്കുന്നൊരു വാർത്തയാണ്. ഒരു അധ്യാപകൻ ഈ രീതിയിൽ ഒരു പെൺകുട്ടിയോട്, വിദ്യാർത്ഥിനിയോട് ഡേറ്റിങ്ങിന് അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ മനോവിഷമത്തിൽ പെൺകുട്ടിയും ആത്മഹത്യ ചെയ്യുന്ന സംഭവം. കുടുംബം രൂക്ഷമായ ഭാഷയിൽ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഏറെ മനോവിഷമത്തോടു കൂടിയാണ് അമ്മ പ്രതികരിച്ചത്. വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ടല്ലോ. എന്നായിരുന്നു ഈ സംഭവം? ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് എന്തായാലും അധ്യാപകന്റെ മാനസിക പീഡനം മൂലമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും പെൺകുട്ടിയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം വീട്ടുകാർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇന്നലെയാണ് ഗായത്രി എന്ന് പറയുന്ന അടൂരിലെ ഈ സ്ഥാപനത്തിൽ സൈനിക റിക്രൂട്ട്മെന്റ് പഠിപ്പിക്കുന്ന ട്രെയിനിങ് സെന്ററിലെ സ്ഥാപനത്തിൽ ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് ഈ അധ്യാപകൻ ഈ പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് പെൺകുട്ടിയുടെ മാതാവ് ഉന്നയിക്കുന്നത്. ആ മാനസിക പീഡനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നും കുടുംബം ആരോപിക്കുന്നു. എന്തായാലും ശക്തമായ രീതിയിൽ ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. ഡിവൈഎഫ്ഐയും ഒപ്പം യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അടക്കമുള്ള പ്രവർത്തകരും ഈ സ്ഥാപനത്തിലേക്ക് രാവിലെ മുതൽ മാർച്ചും പ്രതിഷേധവും ഒക്കെ സംഘടിപ്പിക്കുന്ന സാഹചര്യം അടൂരുണ്ടായി. എന്തായാലും ഈ പെൺകുട്ടിയുടെ അമ്മ ആരോപിക്കുന്ന, പെൺകുട്ടിയുടെ അമ്മ രാജി
ആരോപിക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള രീതിയിലേക്ക് വേണം ഒരുപക്ഷെ നമുക്ക് സൂചനയുണ്ട്. കാരണം ഇന്ന് ഈ സ്ഥാപനത്തിൽ ഈ അധ്യാപകൻ എത്തിയിട്ടുള്ള സ്ഥാപനം തുറക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. നിരന്തരം ഇത്തരം ആരോപണങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളൊരു സൂചന കൂടി ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. ഈ പെൺകുട്ടി കുറെ കഴിഞ്ഞ നാളുകളായി ഇത്തരം ഈ അധ്യാപനെതിരെയുള്ള മൊഴികൾ, പരാതികൾ ഈ വീട്ടുകാരോട് സൂചിപ്പിച്ചിരുന്നു, അമ്മയോടും അച്ഛനോടും പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം കൂടി പെൺകുട്ടിയുടെ അമ്മ രാജി ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ആ ഒരു ഗൗരവതരമായ കാര്യം തന്നെയാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. പോലീസ് ഇതനുസരിച്ച് ഈ ഗായത്രിയുടെ അമ്മയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത്തരത്തിൽ ഫോണിൽ കൂടി ഈ ഗായത്രിയുടെ അമ്മയും ഈ സൈനിക സ്ഥാപനം നടത്തുന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനം നടത്തുന്ന അധ്യാപനം തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ദുരൂഹത ഇപ്പോഴും ഇതിൽ നിലനിൽക്കുന്നു. എന്താണ് കാര്യം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നേരത്തെയും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ സ്ഥാപനത്തിനെ ഉന്നയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ടോം, സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപും ഈ അധ്യാപകനെതിരെ, ഈ സ്ഥാപനത്തിനെതിരെ ഇതുപോലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ടല്ലോ. അന്ന് ആരെങ്കിലും പരാതിയുമായി, ഏതെങ്കിലും പെൺകുട്ടികൾ പരാതിയുമായി രംഗത്തെത്തിയിരുന്നോ? തോമ, ഇത് രേഖാമൂലം പരാതി ഇതുവരെ ആ സ്ഥാപനത്തിലെ പെൺകുട്ടികൾ ആരും ഇത് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടിയുടെ അമ്മ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് ഈ പെൺകുട്ടി തന്നെ ഇത്തരത്തിൽ ഈ പരാതി ഉന്നയിച്ചിരുന്നു. അതായത് വിവിധ പെൺകുട്ടികൾ, ഈ കുട്ടികളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ഇത്തരം പരാതികൾ ഉന്നയിച്ചിരുന്നു എന്നാണ് ഈ മരണമടഞ്ഞ ആത്മഹത്യ ചെയ്ത ഗായത്രിയുടെ അമ്മ പറയുന്നത്. എന്തായാലും വലിയ ആരോപണമാണ് ഈ സ്ഥാപനത്തിനെതിരെ കുടുംബം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ കുറെ പഠിക്കാൻ മിടുക്കിയ ഒരു പെൺകുട്ടി പെട്ടെന്ന് തന്നെ കഴിഞ്ഞ കുറെ ആളുകളായി ഈ അധ്യാപകന്റെ മാനസിക പീഡനം മൂലം പഠിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മാനസിക സമ്മർദ്ദത്തിലാവുന്നു. തുടർന്നാണ് ആത്മഹത്യയിലേക്ക് പോയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിൽ മൊഴിയിൽ പോലീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം പോലീസ് ഇക്കാര്യത്തിൽ നടത്തും. സമാനമായ രീതിയിലുള്ള പരാതികൾ ഈ സ്ഥാപനത്തിനെതിരെ ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ വന്നതിന് ശേഷമായിരിക്കും മറ്റ് കേസിന്റെ കസ്റ്റഡിയെടുക്കോ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് പോവുകയുള്ളൂ. എന്തായാലും കുടുംബം നിലവിലത്തെ സാഹചര്യത്തിൽ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇതുവരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് തന്നെ ഈ അധ്യാപകന്റെ മാനസിക പീഡനം മൂലം ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള ആരോപണത്തിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതിഷേധം നാട്ടുകാരുടെയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനകൾ, യുവജന പ്രസ്ഥാനത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഇന്ന് സ്ഥാപനത്തിന് ഉണ്ടായി. സ്ഥാപനത്തിന്റെ ബോർഡുകൾ വലിച്ചു കീറുകയും സ്ഥാപനത്തിന് അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടായിരിക്കും പിന്നീട് പോലീസിന്റെ അന്വേഷണത്തോട് തുടങ്ങി മാത്രമേ കാര്യമായ രീതിയിൽ ഒരു എന്താണ് ഉണ്ടായതെന്ന കാര്യത്തിലേക്ക് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. വ്യക്തമാണ്. ശശിധരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ശശിധരൻ സൂചിപ്പിച്ചതുപോലെ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അധ്യാപകനെതിരെയും ആ സ്ഥാപനത്തിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനു മുൻപും ഈ പെൺകുട്ടികൾക്ക് നേരെ ഈ അധ്യാപകൻ മോശമായി പെരുമാറി എന്ന് പറയുന്നുണ്ട്. എന്തായാലും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. മറ്റൊരു വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ കോടതി വെറുതെ വിട്ടു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വെറുതെ വിട്ടത്. 2015 ജനുവരി 30-നാണ് കൊക്കൈനുമായി ഷൈൻ അടക്കം 5 പേർ പിടിയിലാകുന്നത്. ഷൈനോടൊപ്പം മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, 2015 ഈ കൊക്കൈനുമായി ഷൈൻ ടോം ചാക്കോ പിടിയിലാകുമ്പോൾ അന്ന് ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. കാരണം ഈ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകൾ, സിനിമാ മേഖലയിൽ വലിയ രീതിയിലുള്ള ലഹരി ഒഴുകുന്നുണ്ടെന്ന ആരോപണമൊക്കെ അക്കാലത്ത് ഉയർന്നു കേട്ടതാണ്. പക്ഷേ താൻ കൊക്കൈൻ കൊണ്ടുവന്നിട്ടില്ല എന്നായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ മറുപടി വിശദീകരണം. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഷൈൻ അടക്കം ഈ പ്രതികളെ മുഴുവൻ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്? അല്പസമയം മുൻപാണ് എറണാകുളം സെഷൻസ് കോടതി ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ 7 പേരെ വെറുതെ വിട്ടിരിക്കുന്ന ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമാകേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ എന്തടിസ്ഥാനത്തിലാണ് ഇവരെ കോടതി വെറുതെ വിട്ടതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും വിധി പകർപ്പിനായി കാത്തിരിക്കേണ്ടി വരും. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭ്യമാകുകയും ചെയ്യും. ടോം സൂചിപ്പിച്ചതുപോലെ 2015 ജനുവരി 30-നായിരുന്നു കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ ഷൈൻ ടോം ചാക്കോയും ഒപ്പം ഉണ്ടായിരുന്ന ഈ മോഡലുകളും ചേർന്ന് അവിടെ ഒരു കൊക്കൈൻ പാർട്ടി
സംഘടിപ്പിച്ചു എന്ന ഒരു വാർത്ത രഹസ്യാന്വേഷണ സംഘത്തിന് ലഭിക്കുകയും അവിടെ വെച്ചാണ് ഈ 8 പേരെയും അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ 7 പേരെയാണ് ഇപ്പോൾ കോടതി കുറ്റവിമുക്തരാക്കിയിട്ടുള്ളത്. അതിൽ ഒരാൾ വിചാരണ നേരിടാത്തതിനാലാണ് കോടതി അയാൾ കുറ്റവിമുക്തനല്ല എന്നുകൂടി പറയുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റൊന്ന്, കേരളത്തിലെ തന്നെ ആദ്യത്തെ കൊക്കൈൻ കേസ് കൂടിയായിരുന്നു ഷൈൻ ടോം ചാക്കോ. സിനിമാ മേഖലയിൽ നിന്നും ഉണ്ടായ, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ വളരെ ഒരു സിനിമയിൽ തന്നെ നിരവധി സിനിമകൾ, അല്ലെങ്കിൽ സിനിമയിലേക്ക് വലിയ രീതിയിൽ തുടക്കം കുറിച്ച് നായകനായിട്ടൊക്കെ വരുന്ന സമയമായിരുന്നു ഷൈൻ ടോം ചാക്കോയുടേത്. ആ സമയത്താണ് ആദ്യത്തെ കൊക്കൈൻ കേസിലെ പ്രതിയായി ഷൈൻ ടോം ചാക്കോ മാറുകയും ചെയ്തത്. അന്ന് ഷൈൻ ടോം ചാക്കോയുടെ ഒപ്പം മോഡലുകളായ രേഷ്മ രംഗസ്വാമി, ബ്ലെസ്സി സിൽവസ്റ്റർ, ടിൻസ് ബാബു, സ്നേഹ ബാബു എന്നിവരും ഉണ്ടായിരുന്നു. എന്തായാലും ഇവരുൾപ്പെടെ 7 പേരെയാണ് ഇപ്പോൾ കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. ഇതിന്റെ വിചാരണ ആരംഭിച്ചത് ഒക്ടോബറിലായിരുന്നു ഇതിന്റെ ഒരു വിചാരണ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. അതിന്റെ വിചാരണകൾക്കൊടുവിലാണ് ഇവരെ 7 പേരെയും കുറ്റമുക്തരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഉത്തരവിന്റെ പകർപ്പ് കൂടി ലഭ്യമാക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏതൊക്കെ ആനുകൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ കുറ്റമുക്തരാക്കിയതെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ. ഷൈൻ ടോം ചാക്കോയുടെ അച്ഛനായിരുന്നു ഇന്ന് കോടതിയിൽ എത്തിയിരുന്നു. ഷൈൻ ടോം ചാക്കോ ഒരു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട കേരളത്തിന് പുറത്താണ്. ഇപ്പോൾ അച്ഛൻ്റെ പ്രതികരണം അച്ഛൻ പറയുന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം തൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് കോടതിയുടെ വിധിയും. മനസ്സിൽ നിന്നും ഒരു കല്ലിറക്കി വെച്ച ഒരു സമാധാനമാണ് എന്നുള്ള പ്രതികരണമാണ് അച്ഛൻ്റെ ഭാഗത്തു നിന്നും, ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ആലുവയിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമം. ആക്രമണം ചൂണ്ടി സ്വദേശിക്ക് നേരെയാണ് ഉണ്ടായത്. യുവതി സമീപത്തെ കടയിൽ ഓടിക്കയറി. ആക്രമിക്കാൻ ശ്രമിച്ചത് മുപ്പത്തടം സ്വദേശിയാണ്. യുവതി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ആക്രമിച്ചത് സുഹൃത്താണെന്നും പരാതിയില്ലെന്നുമാണ് യുവതി പറയുന്നത്. വിശദാംശങ്ങളുമായി ആലുവയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഏറെ നടുക്കമുണ്ടാക്കിയൊരു വാർത്തയാണ്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? യുവതിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? നമ്മൾ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത്. അവർ ഒബ്സർവേഷൻ വിഭാഗത്തിലാണ് ഉള്ളത്. പക്ഷേ പെൺകുട്ടിക്ക് നേരെ സുഹൃത്താണ് ആക്രമണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ പെൺകുട്ടി അടുത്തുള്ള ഒരു കടയിലേക്ക് ഓടിക്കയറിയത് കൊണ്ട്, വലിയ ആളുകൾ രക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി കിട്ടി. പെട്ടെന്ന്, അതായത് ഒരു ഗുരുതരമായ ഒരു പൊള്ളലിലേക്ക് പോയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. അതേസമയം സുഹൃത്താണ് തന്റെ നേരെ ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് തനിക്ക് പരാതികളില്ല എന്നാണ് പെൺകുട്ടി അറിയിച്ചിരിക്കുന്നത്. ഒരു മണിക്കൂർ മുൻപാണ് ഈ സംഭവം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹൃത്ത് പെൺകുട്ടിക്ക് നേരെ പെട്രോൾ ഒഴിക്കുകയും തീ കൊളുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. പെട്ടെന്ന് ഇത്തരത്തിൽ നാട്ടുകാർ ഇടപെട്ടത് കൊണ്ടും, പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ആലുവ ജില്ലാ ആശുപത്രിയിലാണുള്ളത്. പെൺകുട്ടി ഇവിടെയാണ് ചികിത്സയിലുള്ളത്. ഇവിടുത്തെ വിഭാഗത്തിലാണുള്ളത്. ആശുപത്രിയുടെ ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമ്മൾ അകത്തേക്ക് കയറ്റി വിടാത്തത് കൊണ്ട് മാത്രം അങ്ങോട്ടേക്ക് ഇപ്പോൾ നമുക്ക് കയറാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും പെൺകുട്ടി ഗുരുതരാവസ്ഥയിലൊന്നുമല്ല. പക്ഷേ ഇത്തരത്തിൽ ആക്രമണത്തിന് ഇരയായി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിൽ പോലും ഇത് വധശ്രമമാണ്. സ്വമേധയാ പോലീസ് ഇക്കാര്യത്തിൽ കേസെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, ആജ്ഞ, തീർച്ചയായും കാരണം ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഈ പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിൽ പോലും പോലീസ് നടപടിയെടുക്കേണ്ടതാണ്. ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ ആക്രമണത്തിന് ശ്രമിച്ച ശേഷം ഇയാൾ എങ്ങോട്ടേക്കാണ് രക്ഷപ്പെട്ടതെന്ന എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
മുപ്പത്തിടം സ്വദേശിയാണ് എന്ന് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. പെൺകുട്ടിയാണ് തന്റെ സുഹൃത്താണ് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് വ്യക്തമാക്കിയത്. അത് സമീപത്തുള്ള ആൾക്കാരോട്, അതായത് ഈ രക്ഷിക്കാൻ ശ്രമിച്ച ആൾക്കാരോടാണ് അവർ ആ സമയത്ത് പറഞ്ഞത്. അതുകൊണ്ട് തനിക്ക് പരാതിയില്ല എന്ന് മാത്രമാണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും ക്ലാഷ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അതിന്റെ പേരിലായിരിക്കാം. എന്ത് തന്നെയാണെങ്കിൽ പോലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള, അത് പ്രത്യേകിച്ചും പെട്രോൾ ഒഴിച്ച് ഒരാളെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത്, അതിൽ ആസിഡ് ഒഴിച്ച് അറ്റാക്ക് ചെയ്യുന്നതും ഒക്കെ വധശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരും. കാരണം ഒരാളുടെ പൊള്ളലേക്കുന്നത് ഒരാളേക്ക് ഏത് സമയത്തും, അതായത് ശരീരത്തിൽ 40% പൊള്ളലെന്ന് പറയുന്നത് മരണകാരണമാണ്. അതല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. കാരണം ഇന്റേണൽ ഓർഗൻസ് ഒക്കെ അത്തരം ഫ്ലൂയിഡ് കൊണ്ട് നിറയെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്ത സാഹചര്യം 40% മേലെയുള്ള പൊള്ളലുകൾ കൊണ്ടുണ്ടാകും. അതുകൊണ്ട് യുവാവ് അവിടെ എത്തിയത്, അതോ പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിൽ ഈ രീതിയിൽ യുവതിക്ക് നേരെ പെട്രോൾ ഒഴിക്കുകയായിരുന്നോ? അത്തരം വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ടോം. കാരണം പെൺകുട്ടി പറയുന്നതനുസരിച്ച് സുഹൃത്താണ് തന്നെ അറ്റാക്ക് ചെയ്തതെന്ന് മാത്രം. അയാൾ ആ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത്. അതായത് അയാളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഐഡന്റിറ്റി, പേര് വെളിപ്പെടുത്താൻ പെൺകുട്ടി തയ്യാറായില്ലെങ്കിൽ പോലും മുപ്പത്തിടം സ്വദേശിയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അക്രമിയുടെ ഐഡന്റിറ്റി എന്നുള്ള നിലയിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. പക്ഷേ വളരെ താമസിയാതെ തന്നെ ആ കാര്യത്തിലേക്ക് നടപടികളിലേക്ക് പോലീസ് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ പരാതിയില്ലെങ്കിലും സ്വമേധയാ കേസെടുക്കാൻ ഉള്ള വകുപ്പ് തന്നെയാണ് ഇതിലുള്ളത്. വധശ്രമമാണ്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ആൺകുട്ടിയിലേക്ക് അല്ലെങ്കിൽ അക്രമിയിലേക്ക് എത്താനുള്ള സമയം അധികം ദൂരത്തല്ല, അല്ലെങ്കിൽ അധികം താമസമില്ലാതെ അയാളെ പിടികൂടാൻ പോലീസിന് കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിൽ പോലും ഇത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. തീർച്ചയായും ഈ സംഭവത്തിന് ശേഷം പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ടെന്ന് അറിയണം. മാത്രമല്ല, പോലീസ് ഈ പെൺകുട്ടിയുടെ മൊഴി എടുത്തിട്ടുണ്ടോ? ആശുപത്രിയിൽ ഒബ്സർവേഷൻ വിഭാഗത്തിലാണ് പെൺകുട്ടി ഇപ്പോൾ ഉള്ളത്. ഗുരുതരമല്ല പെൺകുട്ടിയുടെ പൊള്ളലെന്നാണ് ആശുപത്രി ചികിത്സയിൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെ നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. അതായത് ഒബ്സർവേഷൻ ഇരിക്കുകയാണ്. അത് മറ്റൊരു ഗുരുതരമായ അവസ്ഥയിലേക്ക് ആ പൊള്ളൽ പോയിട്ടില്ല. എന്നിരുന്നാൽ പോലും പെൺകുട്ടിയുടെ മൊഴിയെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് പോലീസ് എത്തി ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല, കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ സാക്ഷികളായ ആളുകളാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് പെൺകുട്ടി ഓടിക്കയറുകയും പെട്ടെന്ന് തീയണയ്ക്കുകയും ചെയ്തതുകൊണ്ടും അതുകൊണ്ട് ഈ പെൺകുട്ടിയെ ഗുരുതരാവസ്ഥയിലേക്ക് പോകാതെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ്. പെട്രോളാണ്, പെട്ടെന്ന് ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡാണ്. അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായി കിട്ടിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് വലിയ ഒരു ദുരന്തത്തിലേക്ക് തന്നെ മാറുമായിരുന്നു എന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ കഴിയും. പെൺകുട്ടി എന്തായാലും ഒബ്സർവേഷൻ വിഭാഗത്തിലുണ്ട്, ചികിത്സ തേടിയിട്ടുണ്ട്. ഇതിന് ശേഷമായിരിക്കും പക്ഷേ ഇവിടുന്ന് തന്നെ കേസ് ഈ സംഭവം നടക്കുന്ന സമയത്ത്, ആക്രമണ ശ്രമം ഉണ്ടാകുന്ന സമയത്ത് ആരെങ്കിലും സമീപത്തുണ്ടായിരുന്നോ? ഏതെങ്കിലും ദൃക്സാക്ഷികളുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ച് നാട്ടുകാരോ അല്ലെങ്കിൽ സമീപത്തുള്ള സ്ഥാപനത്തിലെ ജീവനക്കാരോ ഉടമകളോ ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ഉള്ളത് ജില്ലാ ആശുപത്രിയിലാണ്. ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ആരും അതുമായി സംബന്ധിച്ചിട്ട് നമ്മളോട് പ്രതികരിച്ചില്ല. പക്ഷേ ആ സംഭവം നടന്ന സ്ഥലത്തു നിന്ന് വളരെ ദൂരത്താണ് ജില്ലാ ആശുപത്രി ഉള്ളത്. സംഭവം നടന്നത് ഉള്ള ദൃക്സാക്ഷികളുണ്ട്. അതായത് കാരണം കടയുടമ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. അടുത്ത കടയിലേക്ക് കയറിയാണ് പെൺകുട്ടിയെ അവിടെ നിന്നാണ് രക്ഷിച്ചതും ആശുപത്രിയിലേക്ക് എത്തിച്ചതും. അങ്ങനെയാണ് പെൺകുട്ടിയുമായി ഇപ്പോൾ ആശുപത്രിയിലുള്ള ആളുകൾ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായാലും പെൺകുട്ടി പരാതിയില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തന്റെ സുഹൃത്താണ് തന്നെ ആക്രമിച്ചത്, തനിക്കതിൽ പരാതിയില്ല എന്ന് പെൺകുട്ടി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർക്ക് ഇനിയും പെൺകുട്ടിയുടേതല്ലാത്തൊരു വേർഷൻ അവരുടെ ഭാഗത്തുനിന്ന് വേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ റിയാക്ട് ചെയ്യാൻ തയ്യാറാകാത്തത്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയം മുൻപാണ് ആലുവയിൽ യുവതിക്ക് നേരെ ആക്രമണമുണ്ടായത്. യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ആക്രമണത്തിനിടെ ഈ പെൺകുട്ടി ഓടി മാറിയതുകൊണ്ട് വൻ ദുരന്തമൊഴിവായി. അവരിപ്പോൾ
ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുപ്പത്തടം സ്വദേശിയായ യുവാവാണ് ആക്രമിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കോഴിക്കോട് മുക്കം പീഡന ശ്രമ കേസിൽ മുഖ്യപ്രതി ദേവദാസിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതി. കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ ശേഷവും സങ്കേതം ഹോട്ടലുടമ ദേവദാസും ജീവനക്കാരൻ തന്നെ വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ആൺസുഹൃത്തുമൊത്തുള്ള CCTV ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ദേവദാസ് ബ്ലാക്ക്മെയിലിങ്ങിന് ശ്രമിച്ചു. തന്നെ വകവരുത്തുകയായിരുന്നു ദേവദാസിന്റെ ലക്ഷ്യമെന്നും യുവതി ന്യൂസ് 18നോട് പറഞ്ഞു. മുക്കത്ത് സങ്കേതം എന്ന ഹോട്ടലിന്റെ ഉടമ ദേവദാസിന്റെ പീഡന ശ്രമത്തെ തുടർന്ന് കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ ശേഷം വീട്ടിലാണുള്ളത്. ഇപ്പോഴും കിടന്ന കിടപ്പിൽ തന്നെ ആണ് ആ കുട്ടിയുള്ളത്. എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റില്ല. പരസഹായമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. കാര്യമായ പരുക്ക് ഏറ്റിട്ടുമുണ്ട്. ഇനിയും ഇടുപ്പലിനാണ് പരുക്ക് പറ്റിയിരിക്കുകയും ചെയ്യുന്നത്. മാസങ്ങളോളം ഈ കട്ടിലിൽ തന്നെ കിടന്നാലാവും പിന്നീട് ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതകളും ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ആ കുട്ടി തന്നെയാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് അവരിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ കേൾക്കാം. അന്ന് എന്താണ് സംഭവിച്ചത്? ഈ അപകടം പറ്റിയ ദിവസം അന്ന് ഒരു 7:30 ഒക്കെ ആകുമ്പോൾ ജോലി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലെ ഡോറ് അത് സാധാ പോലത്തെ ലോക്കല്ലായിരുന്നു. അത് എൻ്റെ കൂടെ മുമ്പുണ്ടായിരുന്ന 2 പേരായിരുന്നു അത് അടച്ചുകൊണ്ടിരുന്നത്. അവരായിരുന്നു താഴെ താമസം, ഞാൻ മുകളിലത്തെ റൂമിലായിരുന്നു. അപ്പോൾ കുറച്ച് ബലമൊക്കെ പ്രയോഗിച്ച് തട്ടി അടക്കേണ്ട ഒരു ഡോറായിരുന്നു. ഞാനത് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് എൻ്റെ ജോലികളൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കുളിച്ചിട്ട് കിടക്കാനാകുമ്പോൾ വന്ന് അടക്കാമെന്നുള്ളൊരു ഇതിലായിരുന്നു. എനിക്ക് പിറ്റേന്ന് ഉച്ചയ്ക്കായിരുന്നു ഡ്യൂട്ടി. അത് കാരണം ഞാൻ വൈകിയേ കിടക്കുള്ളായിരുന്നു, ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു 11 മണി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളിങ്ങനെ 3 നേരമായിട്ട് ഇങ്ങനെ വന്നു. ഇയർഫോൺ വെച്ചുകൊണ്ടാണെന്ന് തോന്നിയത്. ഒരു സൗണ്ടും കേട്ടിട്ടില്ല. എൻ്റെ റൂമിൻ്റെ ജസ്റ്റ് ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടു, തുറന്നടക്കുന്ന. അത് കേട്ടിട്ട് റൂമിൻ്റെ തൊട്ടിപ്പുറമാണ് ബാൽക്കണി വരുന്നത്. പാസേജിൻ്റെ നേരെ ഫ്രണ്ടിലപ്പോൾ ബാൽക്കണിയിലേക്കുള്ള ഡയറക്റ്റ് വന്നു. ഒരു മൂലയിലിരിക്കുകയായിരുന്നു ഗെയിം കളിച്ചുകൊണ്ട്. അവിടെ നിന്ന് എണീറ്റപ്പോൾ ഇയാളെയാണ് ആദ്യം കാണുന്നത്. മറ്റ് 2 പേര് എന്നെ തടയുന്ന പോലെ ആ ഡോറിൻ്റെ അവിടെ നിൽക്കുക. അവരൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. ഇയാൾക്ക് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ആഷ് കളറുള്ള മാസ്ക് ഉണ്ടായിരുന്നു ഇയാളുടെ മുഖത്ത്. അതിട്ടിട്ട് നേരെ എൻ്റെ നേരെ വന്നു. അയാളുടെ കയ്യിൽ ടാപ്പ് ഉണ്ടായിരുന്നു. ടാപ്പ് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഒന്നും സംസാരിക്കുകയൊന്നും ചെയ്യാണ്ട് അയാൾ എൻ്റെ നേരെ വന്നിട്ട് അയാൾ ഡയറക്റ്റ് ഞാൻ കരയുന്ന കണ്ടപ്പോൾ തന്നെ അയാൾ ആ വീഡിയോയിൽ കേട്ടല്ലോ, അങ്ങനെയൊക്കെ അയാൾ സംസാരിച്ചു. മാനം പോകുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അയാൾ എൻ്റെ കൈ പിടിച്ചിട്ട് അയാളുടെ നേരെ പിടിച്ച് വലിക്കാൻ നോക്കി എന്നെ. ഞാൻ ഫോൺ ഉണ്ടായിരുന്നു എൻ്റെ ഒരു കയ്യിൽ. ഞാൻ ഇങ്ങനെ അയാളെ തള്ളി മാറ്റായിരുന്നു. അപ്പോൾ അയാൾ ആ ഫോൺ പിടിച്ചു. പിടിവലിക്കിടയിലാണ് സ്ക്രീൻ റെക്കോർഡിൽ ഗെയിം മിനിമൈസായിട്ട് ക്യാമറ ഓണായത്. അതിൽ അയാളുടെ ഫേസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അയാൾ സ്ക്രീൻ ലോക്കാക്കിയിട്ട് ഫോൺ അയാളുടെ പോക്കറ്റിലിട്ടപ്പോഴാണ് റെക്കോർഡിങ് നിന്ന് പോയത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അയാൾ പിന്നെ എന്നെ പിടിക്കാൻ നോക്കി. ഞാൻ കരഞ്ഞിട്ട് അയാളെ തള്ളിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറകിലുള്ള ആളുടെ ടാപ്പ് പിടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് അയാളെൻ്റെ നേരെ വരുമായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് സൺഷെയ്ഡ് ഉണ്ടാവുമല്ലോ, അതിൽ ആദ്യം ഒരു കാല് വെച്ചിട്ട് മറ്റേ കാലം അവിടെ വയ്ക്കാൻ നിന്നില്ല. ഞാൻ ഡയറക്റ്റ് തന്നെ താഴോട്ട് പോയി. അങ്ങനെ ഇടുപ്പിൻ്റെ ഇവിടെ കുത്തിയിട്ടാണ് ഞാൻ വീഴുന്നത്. മുട്ട് കുത്തിയിട്ട് തല എന്തോ ഭാഗ്യത്തിന് അടിച്ചിട്ടില്ല. അവിടെ വീണ് കഴിഞ്ഞിട്ട് കുറച്ച് ജീവൻ്റെ എണീറ്റ് ഓടാന്നുള്ള ഇതിലായിരുന്നു ഞാൻ. എണീറ്റോടാൻ നോക്കിയപ്പോൾ കാലെൻ്റെ കൂടെ വരുന്നില്ല. കാലവിടെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുക. എത്ര നോക്കിയിട്ട് വരുന്നത്. വേദന കൊണ്ട് ഞാൻ പിന്നെയും കരഞ്ഞു. രക്ഷിക്കണമെന്ന് അറിഞ്ഞിട്ട് ഞാൻ കരഞ്ഞു. അയാളുടെ ജ്യേഷ്ഠൻ്റെ വീടൊക്കെ ഉണ്ട് തൊട്ടടുത്ത്. അങ്ങോട്ട് നോക്കിയിട്ടെല്ലാം ഞാൻ ഉറക്കെ കരഞ്ഞു. ആ സമയത്തൊന്നും ആരും വന്നില്ല. അപ്പോൾ ഈ റിയാസ് എന്ന് പറഞ്ഞ അയാളാണ് ആദ്യം ഇറങ്ങി വരുന്നത്. അയാൾ ഇറങ്ങി വന്നിട്ട് ആ കിടന്നിടത്ത് തന്നെ വീണ്ടും വലിച്ചു. കാലിൽ പിടിച്ച് വലിക്കാൻ നോക്കി. ഓൾറെഡി ഇഞ്ചേർഡായിട്ടുള്ള കാലായത് കാരണം എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. വീണ്ടും ഉറക്കെ കരഞ്ഞപ്പോൾ അയാളെൻ്റെ വാപത്തി ഞാൻ കടിക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ കൈ വലിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ചെസ്റ്റിൻ്റെ ഇവിടെ നോക്കിയിട്ട് എന്നെ പൊക്കാൻ നോക്കി. എന്നിട്ട് അപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആരോ വന്നു. എന്താന്ന് വെച്ചിട്ട് ടോർച്ച് അടിച്ചത് ഒരു ചേട്ടൻ എന്തോ വന്നു. അത് കഴിഞ്ഞ് പിറകെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അവിടെ ആൾക്കാരൊക്കെ കൂടി. അപ്പോൾ ആ സമയത്ത് ഇവരൊക്കെ പുറത്തിറങ്ങിയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണതാന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ അപ്പോഴും അയാളുടെ പോക്കറ്റിലാണ്.
എന്നാൽ എനിക്കതൊന്നും പറയാനുള്ളൊരിതൊന്നും അപ്പം കിട്ടിയില്ല. വേദന കൊണ്ട് പൊളയായിരുന്നു. ഒന്നാമത് അയാൾ ഇത് പറ്റിയ കാലം അയാൾ വലിച്ചത് കാരണം എനിക്ക് വീണ്ടും നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ആരോ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേന്ന് പറഞ്ഞപ്പോൾ ഇവർ 3 പേരും ഒന്നും ഹോസ്പിറ്റലിൻ്റെ കാര്യമൊന്നും മിണ്ടുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു കസേര എന്തോ എടുത്തിട്ട് അതിൽ കയറ്റി ഇരുത്തിയിട്ട് ഞാൻ പൊക്കിയിട്ട് റോഡ് സൈഡ് അയാളെ വണ്ടി ഉണ്ടായി, അയാളുടെ വണ്ടി തന്നെ കൊണ്ടുപോയത്, അയാളുടെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇയാൾ പറയുന്നുണ്ട്, മോളെ കരയല്ലേ, അങ്കിളില്ലേ കരയല്ലേന്ന്. തിരിച്ച് ഒന്നും ഞാൻ മിണ്ടിയില്ല, എന്നാൽ അത് വേദനയായിരുന്നു. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കാഷ്വാലിറ്റി എവിടെ അകത്ത് കയറി ഉടനെ ഞാൻ പറഞ്ഞു, ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നവരെ എന്നെ ഉപദ്രവിച്ചതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ അയാളുടെ കയ്യിലുണ്ടാവും, ഒന്ന് മേടിച്ച് തരണം, അല്ല എൻ്റെ എല്ലാ കാര്യങ്ങളിലും പറഞ്ഞു. ഇപ്പോൾ ഫോൺ മേടിക്കാൻ ഡോക്ടർ പോയി. ഡോക്ടർ മേടിച്ചപ്പോൾ ആണെന്ന് തോന്നുന്നു, അതിൽ പിന്നെ അയാളെ കണ്ടിട്ടില്ല. അയാൾ എന്നെ അവിടെ ഇട്ടിട്ട് പോയി. അവിടെ മാറ്റിയിട്ട് ഇത് തന്നെ അവസ്ഥ. എൻ്റെ കൈമുട്ടിനുള്ള മുറിവിൽ മാത്രം അവരൊരു പഞ്ഞി എന്തോ ബാൻഡേജ് എന്തോ വെച്ച് തന്നു, പിന്നെ ഒരു ഗ്ലൂക്കോസും കയറ്റി തന്നു. നല്ല ബെഡ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ കിടന്നിട്ട് ഇവിടെ നല്ല വേദന. അത് വെച്ച് ഞാൻ പുലർച്ചെ വരെ ഞാൻ അന്ന് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്തിരുന്നു ഓഫായിപ്പോയി. ആരെയും വിളിക്കാനൊന്നും പിന്നൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ രാവിലെ ആയപ്പോൾ അച്ഛൻ വന്നില്ല, അമ്മാവനും അമ്മയും അച്ഛനും കൂടെ വന്നു. പിന്നെയാണ് എൻ്റെ കാല് നോക്കുന്നതും എക്സ്റേ എടുക്കുന്നത്, CT സ്കാൻ എടുക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് സീരിയസ് ICUവിൽ കൊണ്ടുപോകണമെന്ന്. എന്നിട്ട് 5 ദിവസം ICUവിൽ കിടന്നു. പിന്നെ 2 ദിവസം ഒരു വാർഡിൽ ICUവിൻ്റെ എന്തോ വാർഡിൽ കിടന്നു. പിന്നെ എന്നിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. 1 വർഷം മുമ്പ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നത്. ആ സമയം മുതൽ ഇത് തുറക്കുന്നത്, അതായത് ഡിസംബർ 22 ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു ഇതിന് വേണ്ടിയിട്ട്. വേറെ എവിടെയും എനിക്ക് ജോലിക്ക് പോകാൻ ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു പോകണ്ട, ഞാൻ മാസം ഒരു പോക്കറ്റ് മണി തരാം. ഞാൻ പറഞ്ഞു വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ PSCയുടെ എന്തെങ്കിലും നോക്കുന്നില്ല. അപ്പോൾ അതൊന്നും നോക്കണ്ട, ഈ ജോലി തന്നെ ഇതാവും, നമ്മളിത് ഞാൻ പ്രൊമോഷനൊക്കെ തന്ന് ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ട് പോവാം, അങ്ങനെ രീതിയിൽ പറഞ്ഞ് ഇയാൾ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരാനൊക്കെ തുടങ്ങി. അപ്പം ഇങ്ങനെ അയച്ചു തരുമ്പോൾ എല്ലാവരും അറിയുന്നവരാണെങ്കിൽ പറയും ഇയാൾ എന്തിനാ ജോലി പോലും ചെയ്യാണ്ട് ഇങ്ങനെ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരുന്നതാണ്. അങ്ങനെ ഒരു ദിവസം പിന്നെ എൻ്റെ അമ്മയൊക്കെ വിളിച്ച് സംസാരിച്ചു ഇയാളോട്. അപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ നല്ല മോളാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മോളെപ്പോലെ ഞാൻ കാണുന്ന, അയാൾക്ക് എൻ്റെ പ്രായമുള്ളൊരു മോളുണ്ട്, അപ്പോൾ അതുപോലെ ഞാൻ കാണുന്ന, പിന്നെ അവളുടെ ഇനി എൻ്റെ സ്ഥാപനത്തിൽ വരാൻ പോകുന്ന സ്റ്റാഫല്ലേ, അവളുടെ എല്ലാ ഇതും ഞാൻ ചിലവും എല്ലാം ഞാൻ നോക്കിക്കോളാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് അയാൾ എല്ലാം ചെയ്തു തന്ന്. ഞാൻ വേണ്ടാന്ന്, അയാൾ എത്ര പൈസ ഇട്ട് തന്നപ്പോൾ ഞാൻ വേണ്ടാന്ന് പറയുന്നത് എല്ലാ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതുവരെ 1 രൂപ പോലും ഞാൻ അയാളുടെ അടുത്ത് മേടിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ട്, അതൊരു 1,00,000 രൂപ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ജോലിക്ക് കയറുന്നതിന് കുറച്ച് നാൾ മുമ്പേ സാലറിയിൽ നിന്ന് പിടിച്ചോ എന്നുള്ളത് വീട്ടിൻ്റെ ഒരു ജപ്തിയുടെ കേസായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് പത്രത്തിൽ വരും, ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ പൈസ അടക്കാതെ വേറെ വഴിയില്ല. 1,00,000 രൂപ ഷോർട്ട് വന്നായിരുന്നു. അത് അയാളടുത്ത് പറഞ്ഞ് അയാൾ 1,00,000 രൂപ തന്നിട്ട് അത് എൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ 40,000 ഞാൻ തിരിച്ചടച്ചു. ബാക്കി 60 കൂടെ അടക്കണം എന്നുള്ളത് കാരണം എനിക്ക് 30,000 ആയിരുന്നു സാലറി. അതുകൊണ്ടാണ് ഞാൻ അവിടെ പിടിച്ചു നിന്നത്. അത് അടച്ചിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ അയാളുടെ ഭാര്യനെ അറിയിച്ചിട്ട് ഇനി നിൻ്റെ പൈസയും തരില്ല, ഒന്നും തരില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ വന്നിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. പൈസ കൊടുക്കണം എന്നുള്ളത് കാരണം ഞാനത് കൊടുത്തു തീർക്കിയത്. ആദ്യത്തെ വട്ടമെന്ന് പറഞ്ഞാൽ ഇയാളിങ്ങനെ ഒരു ടൂറിന് എന്തോ പോയി, ഭാര്യയായിട്ട് അയാൾ ടൂറിന് പോകുന്നത്. ടൂറിന് പോയെടുത്തുനിന്ന് അയാൾ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നത്, ഇങ്ങനെ താല്പര്യമുണ്ട്, ഫിസിക്കൽ റിലേഷന് താല്പര്യമുണ്ട്, എന്നെ അങ്ങനെ അങ്കിളായിട്ട് മാത്രം കാണണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ എന്നിട്ട് കരഞ്ഞുകൊണ്ട് കുറേ വോയിസ് അയച്ചേക്ക് വാട്സപ്പിൽ, അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാൻ നേരം ഇയാൾ എൻ്റെ കൂടെയുള്ളവരെ വിളിച്ചു പറഞ്ഞു അവളെ വിടരുത്, അവളെ പിടിച്ചു നിർത്ത്, പോകാൻ വിടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നവരാണ്. അവർ പറഞ്ഞു എനിക്ക് ഇത്രയും മോശം ഉണ്ടായിട്ട് നീ പോയിക്കോ, ഇനി നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അവരും പോകാൻ നോക്കുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കണ്ട, നീ സേഫ് അല്ല എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്നിട്ട് ഇറങ്ങി, ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ഇയാൾ കുറേ സോറി പറഞ്ഞ മെസ്സേജ്, ഇയാൾ പറയുക ഇയാൾക്ക് അസുഖമാണ്, ഒരു സർജറി ഒക്കെ ചെയ്യേണ്ടി വരും, ഇയാൾക്ക് എന്തോ പൈൽസിൻ്റെ അസുഖമാണ്,
അതിന് സർജറി ചെയ്യേണ്ടി വരുന്നു പറഞ്ഞിട്ട് ഇയാളുടെ അണ്ടർവെയർ ഉണ്ടല്ലോ അത് ഫുള്ള് ബ്ലഡിൽ കുതിർന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് വരേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക. അപ്പോൾ പറഞ്ഞു അല്ല നീ വരാതെ ഞാൻ ഡോക്ടറെ കാണില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ച് എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറയാം എനിക്ക് സർജറി ചെയ്യണം, അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല, മാനേജ് ചെയ്യാൻ ആരുമില്ല, അവൾ മാത്രമേ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ലോക്കലായിട്ടുള്ള സ്റ്റാഫാണ്. പിന്നെ ഇതൊക്കെ നടക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇയാൾ എന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ അത് അന്ന് വേറെ ആരോ വന്ന് കൊന്നതാണോ എന്ന് പറയാൻ ഓൾറെഡി അല്ലെങ്കിൽ അന്നത്തെ CCTV റെക്കോർഡുണ്ട്. അതൊരു 16-ാം തീയതി അങ്ങനെ നടന്ന സംഭവം. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അവിടെ കൂടിയത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ വേറെ ആരോ വന്നു, അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന അവിടുത്തെ CCTV എന്ത് വേണേലും ചെക്ക് ചെയ്യാം. അതുമല്ല ഞാൻ ഗെയിം കളിക്കുന്നുണ്ടല്ലോ, അത് അരമണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതായിരുന്നു. അതിലൊരു ആൾ വന്ന ഭാഗം മാത്രമാണ് ഞാൻ കട്ട് ചെയ്തിട്ട് തന്നിട്ടുള്ളത്. അതിപ്പോൾ അയാൾ പറയുന്ന ഒരു കഥ ഏതാണല്ലേ, ഈ നിങ്ങളുടെ അങ്ങോട്ട് ആരോ രഹസ്യക്കാർ വരുന്നു, അവരെ കെട്ടിയിടാൻ വേണ്ടിയാണ് ഈ ടാഗൊക്കെ ആയിട്ട് വന്നതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതാണ് ഈ കാര്യം സംഭവിച്ചത് അല്ലേ, ഈ നടന്ന സംഭവം? അതെ, അങ്ങനെ അയാൾ പറയുന്നത്. പക്ഷെ അയാൾ എന്നെ പിടിക്കാൻ നേരിട്ട് അയാൾ എന്നെ കയറി പിടിക്കാൻ വന്ന്. ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ? ഇല്ല, ആരും വന്നിട്ടില്ലായിരുന്നു. അത് അവർ വരുന്നതന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഫ്രണ്ട്സ് വരുന്നതും പുറത്തു പോകുന്നതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളത് തെളിയിക്കട്ടെ, അന്നത്തെ ദിവസത്തെ ആ കാര്യം അയാൾ തെളിയിക്കട്ടെ. ഈ മറ്റു കുട്ടികളോടുള്ള ഇയാളുടെ സമീപനം എങ്ങനെയായിരുന്നു? മൊത്തത്തിൽ വനിതാ ജീവനക്കാരോട്? മൊത്തത്തിലുള്ളവരോട് 6 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ കൂടെയുള്ള 2 പേരോട് മാത്രം ഇയാൾക്ക് ഭയങ്കര വിരോധമായിരുന്നു. എന്ന് വെച്ചാൽ അവരെ പറ്റി എൻ്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് ഇയാൾ സംസാരിക്കും. അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഇപ്പം നടന്ന സംഭവമില്ലേ, വിട്ടിരുന്നെങ്കിൽ അത് അന്നേ നടക്കുമായിരുന്നു. അവരെ എന്താ വെച്ചാൽ ഒരു ഹോട്ടലിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അയാൾ തരണം. ഒരു ബെഡ്, ആ പിള്ളേർ തറയിലായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അതിലൊരാൾക്കൊരു മോനുണ്ട്, അവളുടെ ഭർത്താവ് മരിച്ചു പോയതാ. അപ്പോൾ അവർ തറയിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഇയാൾ ബെഡ് പോലും അവർക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല. അതേസമയം എനിക്ക് ഇയാൾ ബെഡ്, അലമാര, നല്ലൊരു റൂം തന്നെ എനിക്ക് തന്നു ഇയാൾ. എന്നിട്ട് എന്നോട് ഇയാൾ പറഞ്ഞു അവരെ റൂമിലൊന്നും കയറ്റരുത്, അവർ റൂമിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകും, നമുക്ക് സ്റ്റാഫ് വേറെ ഇല്ലാത്ത കാരണം അവരെ എടുത്തേക്കുന്നത്, അവരുടെ അടുത്ത് മിണ്ടരുത്. പക്ഷെ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. എനിക്ക് എല്ലാം തുറന്നു പറയാനും എല്ലാവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് പറഞ്ഞു നീ ഒരു മാനേജറാണ്, അവരൊരു കഫ്റ്റീരിയ സ്റ്റാഫാണ്, ആ ഒരു ലെവലിൽ അവരുടെ അടുത്ത് നീ സംസാരിക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല, ഞങ്ങളെപ്പോഴും ഒന്നിച്ച് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് പോകുന്നതാണെങ്കിൽ എന്താണെങ്കിലും അത് കാണുമ്പോൾ അയാൾക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ പിള്ളേരെ പറ്റി അയാൾ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ മോനുള്ളവളെ ഇയാൾ പറഞ്ഞു അവളെവിടെയോ പോയിട്ട് പഴിച്ച് പെറ്റതെന്തോ ആണ്, ഇതൊക്കെ എവിടെ നിന്ന് വന്നാൽ നമുക്കറിയില്ലല്ലോ, ഇവരൊക്കെ പ്രൂഫ് ഇതൊക്കെ വാങ്ങി വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരേ സമയത്ത് വലിയ കരുതൽ നിങ്ങൾക്ക് നൽകുകയും അവരിൽ നിന്ന് അകറ്റി നിർത്താൻ നോക്കുകയും ചെയ്തു. അതെ, അത് ഞങ്ങൾക്ക് 3 പേർക്കും മനസ്സിലായിരുന്നു. അവരില്ലെങ്കിൽ പിന്നെ എനിക്കവിടെ ഒരു സേഫും ഇല്ല. അവരുള്ള കാരണം ഞാൻ പിന്നെ അവിടെ പിടിച്ചു നിന്നത്. പിന്നെ അന്നത്തെ ദിവസം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രാത്രി 8 മണിക്കത്തെ ട്രെയിനാണ് അവർ പോകുന്നത്. അന്ന് എനിക്ക് പെട്ടെന്ന് ലീവ് അങ്ങനെയൊന്നും കിട്ടില്ല. ഇത് ഓൾറെഡി ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ലീവ് എടുത്ത് പോവായിരുന്നു, അവരില്ലാന്ന്. അങ്ങനെ വളരെ കുറച്ച് സമയം വന്നിട്ടുള്ളല്ലോ, ഒറ്റയ്ക്കായി വന്ന സമയങ്ങൾ കാര്യമായിട്ടുണ്ട്? ഇല്ലില്ല, ഞാൻ അവിടെ വന്നേ പിന്നെ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ആവേണ്ട ഇത് വന്നിട്ടില്ല. അവർ അത്രയും ലോങ് ആയതുകൊണ്ട് അവർ 1 വർഷം കൂടുമ്പോൾ ഒക്കെ നാട്ടിൽ പോകുന്ന ആൾക്കാർ. അവർ 10 വർഷമായി അവർ കേരളത്തിൽ പല പല ഹോട്ടലിലൊക്കെ അവർ ജോലി ചെയ്ത് വന്നവർ. ഇവിടെ വന്നേ പിന്നെ അവർക്ക് നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. അവർ പോകുമ്പോൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞ് സൂക്ഷിക്കണേ, വാതിലടയ്ക്കണേ, അതൊക്കെ പറഞ്ഞിട്ട് അവർ പോയത്. എന്നെ ഒരുപാട് വട്ടം ട്രെയിനിൽ കയറുമ്പോൾ എല്ലാം വിളിച്ചുകൊണ്ട് വരുന്നു. ഈ മെസ്സേജ് അയക്കുന്നത് അല്ലാതെ ഈ താമസ സ്ഥലത്ത് വെച്ചോ ഹോട്ടലിൽ വെച്ചൊക്കെ എപ്പോഴും വേറെ എന്തെങ്കിലും രീതിയിലുള്ളൊരു അപമാനിക്കാനുള്ള ശ്രമം? വേറെ നോക്കിക്കൊണ്ട് ഒരുമാതിരി തുറച്ചു നോട്ടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അയാൾ എല്ലാ സമയവും ഹോട്ടലിൽ തന്നെയായിരുന്നു. അയാളുടെ ആവശ്യം അവിടെ ഇല്ല. ഒരു ഓണർ എപ്പോഴും ഹോട്ടലിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും അയാൾ അവിടെ തന്നെയായിരുന്നു. അയാളിങ്ങനെ നോക്കിയിട്ട് ഈ മാല പുതിയതാണോ, ഈ കമ്മൽ പുതിയതാണോ, അങ്ങനെയൊക്കെ ഇയാൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും വന്നിട്ട്.
നമുക്കറിയാം, മനസ്സിലാവും അല്ലേ ഇയാൾ അത് മനസ്സിലാവും. അയാൾ വയ്ക്കും ഈ ഡ്രസ്സ് അന്നിട്ടതല്ലേ ഇതിട്ടതല്ലേ, പിന്നെ ഇടയ്ക്ക് വയ്ക്കും പുറത്തെന്തെങ്കിലും പോകാനുണ്ടോ, എന്തെങ്കിലും സാധനം മേടിക്കാനുണ്ടോ, എന്തെങ്കിലും ഇന്നർ വെയർ എന്തെങ്കിലും മേടിക്കാനുണ്ടോ, അങ്ങനെ മോശപ്പെട്ട രീതിയിൽ ഇയാൾ സംസാരിക്കുന്ന. ഈ മറ്റു ചില കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ ഫോൺ വിളിച്ച് കൊണ്ടിരുന്നപ്പോൾ താഴേക്ക് വീണതാണ്. രണ്ട്, ഈ മദ്യപിച്ച് താഴേക്ക് വീണതാന്നൊക്കെയുള്ള പ്രചാരണങ്ങളും ആദ്യ ഘട്ടങ്ങളിൽ നടന്നുണ്ടായിരുന്നു. മദ്യപിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീക്കെൻഡിൽ ബിയർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുള്ളപ്പോൾ മാത്രമാണ് ഞങ്ങൾ സംസാരിച്ചിട്ട് ആ ബാൽക്കണി ഉണ്ടല്ലോ അവിടെ നിന്ന് കുടിക്കുന്നത്. അവിടെ ഒരു 3 ബിയറിൻ്റെ ഉപ്പിയുണ്ട്, കണ്ടാൽ മനസ്സിൽ ഞങ്ങൾ 3 പേരും ഒരു പ്രാവശ്യം കുടിച്ചതായിരുന്നു അത്. അതല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ കുടിക്കും. അതുമല്ല, അന്നത്തെ ദിവസത്തെ റിപ്പോർട്ട് ഞങ്ങൾക്ക് എടുത്ത് നോക്കാം. അന്ന് ഞാൻ കുടിച്ചിട്ടില്ല. എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ. ഞാൻ കുടിച്ചിട്ടില്ല. എനിക്കറിയായിരുന്നു ഞാൻ കുടിച്ച് ബോധമില്ലാതായാൽ എനിക്ക് എന്തെങ്കിലും ആ ഒരു കരുതലൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എവിടെയോ തെറ്റിപ്പോയി. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞു ആശുപത്രി ചെന്നപ്പോൾ ആവശ്യപ്പെട്ടാണല്ലോ? ആണ്, ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഇയാൾ എന്തൊക്കെയായിരിക്കും ഇനി പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഒന്നാമത് ആ CCTVയുടെ കാര്യം, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകുന്ന പ്രശ്നം, ഫ്രണ്ട് വീട്ടിൽ വരുന്നത്, അതൊക്കെ അതൊക്കെ ഉള്ളൂ ഇനി അയാൾക്ക് രക്ഷപ്പെടാനുള്ളതായിട്ട്. പിന്നെ ഈ ആദ്യഘട്ടത്തിൽ പക്ഷേ ഈ ആശുപത്രി പോകുന്നു, അവിടെ ആദ്യ രാത്രിയിൽ കാര്യമായിട്ട് നോക്കിയില്ല, പിറ്റേ ദിവസം കുടുംബം വന്ന ശേഷമാണ് നോക്കിയത്. ആ സമയത്തും പുള്ളി മെസ്സേജ് അയച്ചില്ലേ? അത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാത്രിയാണ് ഇത് പറ്റിയിട്ട് ഞാൻ ആശുപത്രിയിലാവുന്നത്. ശനിയാഴ്ച പിന്നെ ഞായറാഴ്ച രാവിലെയാണ് വീട്ടിൽ നിന്ന് വരുന്നത്. ഞായറാഴ്ച ഉച്ചയോടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ICUലേക്ക് മാറ്റുന്നു. പിന്നെ തിങ്കളാഴ്ച രാത്രി എന്തോ 9:51 അങ്ങനെ എന്തോ സമയത്താണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. അതിന് മുമ്പുള്ള 2 മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് ആ CCTV ക്ലിപ്പായിരിക്കും, അന്ന് ആ പയ്യന്മാർ വന്നതും ഇതൊക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് ഡോസ് ഫോർ അങ്ങനെ എന്തായിരുന്നു ആ മെസ്സേജ്. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ തന്നെ കോമൺ സെൻസിൽ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നവരെ എനിക്കൊന്നും പറയാനില്ല. അയാളുടെ കയ്യിൽ പൈസയുണ്ട്, എൻ്റെ കയ്യിൽ സത്യമുണ്ട്, അല്ലാതെ വേറെ എനിക്കൊന്നും പറയാനില്ല. പുള്ളി എന്തായാലും ഒന്ന് പേടിച്ചോട്ടെ എന്ന രീതി തന്നെയാണ്. ഒത്തുതീർപ്പിന് വല്ല ശ്രമം നടത്തിയോ പുള്ളിയുടെ ഭാഗത്ത് നിന്ന്? അമ്മേനെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ രാഹുൽ എന്തോ പറഞ്ഞിട്ട്. പിന്നെ അമ്മയടുത്ത് പറഞ്ഞറിയാതെ കോൾ വന്ന് എടുക്കണ്ടെന്ന് അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയടുത്ത് പറഞ്ഞു ഞങ്ങൾ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതല്ല എന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ അപ്പോൾ അങ്ങനെ തിരിച്ച് വഴക്കിടാനൊന്നും പറ്റിയൊരവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് അമ്മ കോള് കട്ട് ചെയ്തു. ഇല്ല, അത് കേട്ട ഉടനെ തന്നെ അമ്മ കോള് കട്ട് ചെയ്തു. അതൊക്കെ ഞാൻ പോലീസ് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2ാമത്തെ FIR എൻ്റെ ആദ്യത്തെ FIR മാറ്റി എഴുതി എന്നൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ അതെനിക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി പോലീസ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അവർ കണ്ടത് തന്നെ സ്ട്രെച്ചറിൽ നിന്ന് എടുത്ത് മാറ്റുന്നതും ഞാൻ അനുഭവിക്കുന്ന കരഞ്ഞ കരച്ചിലെല്ലാം അവർ കണ്ടതാണ്. അത് കണ്ടിട്ട് അവരത് മാറ്റി എഴുതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അതെ, അങ്ങനെ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ആദ്യത്തെ ദിവസം സാധാരണ സ്ഥലത്തിട്ടാണ് പിന്നെ ICUലോട്ടാണ് മാറ്റിയത്. ആദ്യത്തെ ദിവസം ഞാൻ സദാ പോലെ ഏതോ ഒരു വാർഡിലായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ചിലരുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡർമാർ വന്നിട്ട് മോളെ വെള്ളം വേണോ അങ്ങനെ നോക്കി, അങ്ങനെ കരയായിരുന്നു ഞാൻ വേദന കൊണ്ട്. പിന്നെ ഇവർ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇവർ പറയാം സീരിയസ് ആണ്, ICUയിൽ മാറ്റണമെന്ന്. പക്ഷേ ആ വീഡിയോ റെക്കോർഡ് ആയില്ലായിരുന്നെങ്കിൽ ഇയാൾ പറയുന്ന കള്ളക്കഥകൾ ആളുകൾ ഒരു പരിധി വരെ കുറേ പേരെങ്കിലും വിശ്വസിച്ചു ആയിരിക്കും. അത് മാത്രമേ എനിക്ക് ഭാഗ്യമുള്ളൂ. അതും എൻ്റെ കയ്യിലുള്ള സ്ക്രീൻഷോട്ട്. എൻ്റെ ഫോണില്ലായിരുന്നെങ്കിൽ, ഫോൺ അയാൾ അന്ന് വല്ലതും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും എനിക്കെതിരാകുമായിരുന്നു. അത് ഉറപ്പായിട്ടും. എന്തായാലും ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതാണ് സംഭവിച്ചത് അല്ലേ? ഈ അവിടെ തുടരുന്നതിനൊക്കെ ഒരു കാരണമുണ്ട്. നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിതി ചുറ്റുപാട് മോശമൊക്കെയാണ് ഇയാൾ മുതലെടുത്തത്. ആണ്, എൻ്റെ അവസ്ഥ അതായിരുന്നു. അത് കേൾക്കുന്നവർക്ക് പറയാം ഇങ്ങനെ കേട്ടാൽ അവിടുന്ന്. പക്ഷെ ഇതൊക്കെ സിനിമയിലല്ലാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കിങ്ങനെ ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് ഇതുവരെ. എന്തു വന്നാലും ഞാൻ തടുക്കുന്നുള്ള ഒരു മൈൻഡുള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ. പക്ഷെ ആ അവസ്ഥയിലാണ് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരാൾ വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ വേറെ എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ബോധം കെട്ട് വീണോന്ന് തന്നെ എനിക്ക്. പക്ഷെ എങ്ങനെയോ ഞാൻ പിടിച്ചു നിന്നു. ഇനിയിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനം അല്ലേ? അതെ, അയാൾ ഇനി എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അയാൾ ബാക്കി പറയുന്ന കാര്യം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം അല്ല, അയാൾ ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ
ഞാൻ അങ്ങനെ വേറെ ആളോട് മിണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയി, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എന്നെ കാണാൻ വന്നു, ആ ഒരു സമയത്ത് കാണാൻ വന്നു. അതൊന്നും അയാൾക്ക് എന്നെ കയറി പിടിക്കാനുള്ള ലൈസൻസ് അല്ല. നമ്മുടെ കാര്യം നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതെ, അത്രേ ഉള്ളൂ. എന്തായാലും വളരെ ശക്തമായി തന്നെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. കൃത്യമായ വിശദീകരണങ്ങൾ ഈ ദേവദാസിൻ്റെയും ഒപ്പമുള്ള കുറേ ആളുകളും സമൂഹ മാധ്യമങ്ങളിലടക്കം നിരന്തരമായി അപമാനിക്കുമ്പോൾ അതിനുള്ള കൃത്യമായ വിശദീകരണങ്ങൾ കൂടിയാണ് ഈ യുവതി നൽകുന്നത്. ധീരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനവും. മുക്കം പീഡന ശ്രമക്കേസിലെ അതിജീവതിയാണ് ന്യൂസ് 8നോട് വെളിപ്പെടുത്തൽ നടത്തിയത്. അവരനുഭവിച്ച വേദനകൾ, ദുരിതങ്ങൾ അത് പൂർണ്ണമായും തുറന്നു പറയുന്നുണ്ട്. ഹോട്ടൽ ഉടമ ദേവദാസും ജീവനക്കാരും തന്നെ വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചു, ബ്ലാക്ക്മെയിൽ ചെയ്തു, തന്നെ വകവരുത്താനായിരുന്നു ഈ ഹോട്ടൽ ഉടമയായിട്ടുള്ള ദേവദാസിൻ്റെ ശ്രമമെന്നാണ് യുവതി തുറന്നു പറയുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.